ഡോണറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മളൊരു കപ്പ് പാലെടുത്തു, അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടെടുത്തു, ഒരു കോഴിമുട്ട. ഈ പാലെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ഒരു ഇളം ചൂടുള്ള പാലാണ് നമ്മൾ എടുക്കേണ്ടത്. അത് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു കോഴിമുട്ട, 2 ടീസ്പൂൺ പഞ്ചസാര. ഇനി 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് പൊടിയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ടെടുക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 1 ടീസ്പൂൺ ഇട്ടെടുത്തു. ഇപ്പോൾ 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ടെടുത്തു കേട്ടോ. അപ്പം നമ്മളിത് നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതിൽ 2 കപ്പ് മൈദയാണ് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലിട്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കുഴച്ചെടുത്തു. ഇനി ബട്ടർ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഓക്കെ, ബട്ടർ ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ എടുത്ത് വെക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം നമുക്ക് 1 മണിക്കൂർ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ ഓയിൽ തേച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആവണത് വരെ നല്ല കുഴച്ചെടുക്കണം. അപ്പം നമ്മളെ ഡോണറ്റ് നല്ല പൊങ്ങി വരുള്ളൂ കേട്ടോ. ഇനി നമ്മളിത് ഡബിൾ സൈസ് ആവുന്നത് വരെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇനി 1 മണിക്കൂറേക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് എടുത്ത് വെച്ചിട്ട് തുറന്ന് നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നല്ലൊരു സൂപ്പർ ഡോണറ്റ് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, വെച്ച മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. അതിപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് 2 മണിക്കൂറായിട്ടോ. നമുക്കിന്നത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നെടുത്തിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കാം കേട്ടോ. നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. നമുക്ക് തീ കുറച്ചിട്ട് വേണ്ടിയിടാൻ. ഇത് നമുക്കൊരു ബ്രൗൺ നിറമാകുമ്പോൾ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളത് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് കോരിട്ടോ കോരിയെടുക്കാം. അതുപോലെ ബാക്കിയുള്ളതൊക്കെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഡോണറ്റ് മെൽറ്റാക്കിയിട്ടുണ്ട്. ഇത് വൈറ്റ് ചോക്ലേറ്റും ബ്ലാക്കും കൂടി മെൽറ്റാക്കി എടുത്തതാണ്. ഇനി നമുക്കിതിൽ ഡോണറ്റ് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഡോണറ്റാണിത്. ഇനി നമുക്കിത് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യാം. എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട് എല്ലാവരും ട്രൈ